నీ మందలు నేను చేరాలయా నరరుబదారి యేసయ్యా 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 నీ మందలు నేను నిలవాలయా నరరుబదారి యేసయ్యా 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 యేసయ్యా. Praise the Lord. Praise the Lord. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് praise the Lord. Hallelujah. 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 തൊട്ട് അടുത്ത് ഇരിക്കുന്ന വ്യക്തിയോട് ദേഷ്യത്തോട് കൈകൊട്ട് ദേഷ്യത്തോട് കൊടുക്കും. ഇതെല്ലാ അച്ഛന്മാരും പറയും, ചിരിച്ചുകൊണ്ട് കൂടു, സന്തോഷമായിട്ട് കൂടു, സമാധാനത്തെ കൂടു എന്ന് പറയും. ബെല്ലച്ചന്റെ ആപ്പോസിറ്റ് അല്ലേ. ഞാൻ മലങ്കര, സിറിയൻ, സേസൈപ്പള്ളി, പ്രൊട്ടസ്റ്റന്റ്, ഹിന്ദുസ്, മുസ്ലിംസ് എല്ലാവർക്കും ധ്യാനം കൊടുക്കാൻ പോവാറുണ്ട്. ഇപ്പൊ 2-3 ദിവസം മുൻപ് പ്രോട്ടസ്റ്റന്റ് പള്ളിക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഒരു സഹോദരി തൊട്ടടുത്തുള്ള പ്രോട്ടസ്റ്റന്റ് പള്ളിക്ക് ഇന്ന് വന്ന് വിളിച്ചിട്ട് പോയി. നാളെ വരാൻ പറ്റും, നാളെയും ഞായറാഴ്ച ഉച്ചയ്ക്കും. അങ്ങനെ എല്ലാ പള്ളിക്കും പോയിട്ട് പറഞ്ഞ പെട്ടെന്ന് അനുസരിക്കുന്ന മക്കൾ മറ്റു സഭകളിലുള്ള മക്കൾ. നമ്മ ലാറ്റിൻ മക്കൾ മറ്റൊന്ന് ആപ്പോസിറ്റ് പറയാം. ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. ദേഷ്യത്തോട് കൈ കൊടുക്കണം, ചിരിച്ചുകൊണ്ട് കൊടുക്കണം. ഇപ്പൊ ചിരിച്ചുകൊണ്ട് കൊടുക്കും. തൊട്ടടുത്തുള്ള ആൾക്ക് ഹാപ്പി ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കും. ഹാപ്പി ഫീസ്റ്റ്, ഹാപ്പി ഫീസ്റ്റ്, ഹാപ്പി ഫീസ്റ്റ്. ഇപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും, എന്തിന് ഹാപ്പി ഫീസ്റ്റിന് നീ കൈ കൊടുത്തത്? ഹാപ്പി ഫീസ്റ്റിന് കൈ കൊടുത്തല്ലോ, എന്തുകൊണ്ട് ഹാപ്പി ഫീസ്റ്റ് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തത്? ഇതൊക്കെ ഉത്തരം പറയണമെങ്കിൽ ആമുഖം വായിച്ചത് കേട്ടിരിക്കുന്നു. ഒന്നാമത്തെ റീഡിങ് വായിച്ചത് കേട്ടാലേ പറ്റുള്ളൂ. രണ്ടാമത്തെ റീഡിങ് വായിച്ചാലേ പറ്റുള്ളൂ. മൂന്നാമത്തെ റീഡിങ് സുവിശേഷ ഭാഗം വായിച്ചത് കേട്ട് കഴിഞ്ഞാല് ഇത് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഹാപ്പി ഫീസ്റ്റിന് നിങ്ങൾ കൈ കൊടുത്ത് വിഷ് ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ഹാപ്പി ഫീസ്റ്റ് എന്ന് പറഞ്ഞത്? സ്ഥാപിച്ചത് പിന്നെ വെരി ഗുഡ്. ലാസ്റ്റ് ശുശ്രൂഷ, 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 അതാണ് പാദശ. ഇത് മൂന്നയും 3 വാക്കുകള് പറയാം. 3 വാക്കുകള് പറയാം. ഇതെന്താണ് ഉള്ളത് ഇവിടെ? ഇത് എന്റെ ഹാർട്ട് അല്ല, ഈശോയുടെ ഹാർട്ട്. ഐ ലവ് യു, ഐ ലവ് യു. തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കൈ കൊടുത്ത് ഐ ലവ് യു പറ. തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കൈ കൊടുത്ത് ഐ ലവ് യു പറ. ചിരിച്ചുകൊണ്ട് പറ, കൈ കൊടുത്ത് ഐ ലവ് യു. ഈ ജെൻസ് ആഗ്രഹിക്കുക, അച്ഛാ ലേഡീസ് പോയി കൊടുത്തിട്ട് അങ്ങനെ പറയാൻ പറ്റോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള ആൾക്കാർ നിന്റെ ഭാര്യ ആണെങ്കിൽ നിന്റെ സന്തോഷമായിട്ട് കൈ കൊടുത്ത്, എന്റെ ഭാര്യ അങ്ങനെ പറയത്തില്ല, വേറെ ഒരാളിനെ പറയാം, ഭയങ്കര സന്തോഷമുണ്ട്. വേറെ ഒരാളുടെ പോയി പറയാൻ വേണ്ട, നീ സ്വന്തം ആൾ, നിനക്കൊരു സ്വന്തം ആളുണ്ടാവും. ആളെ കൈ പിടിച്ചിട്ട് ഇപ്പൊ നല്ല ഉത്സാഹത്തോട്, സന്തോഷത്തോട്, പുഞ്ചിരിയോട് ഈശോ ഇവിടെ ഐ ലവ് യു എന്ന് പറയുക. ഇപ്പൊ നിങ്ങൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ കരം പിടിച്ചിട്ട് ഐ ലവ് യു പറ.
ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ജനറ്റക്ക് ഭയങ്കര ഞാണക്കേട് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഞാണക്കേട് വരുന്നുണ്ട് അല്ലേ. ഒരുപാട് ജനറ്റും ഉണ്ട്. അതുകൊണ്ട് ഏത് ജനറ്റുണ്ടെങ്കിലും കരഞ്ഞുകൂടാ. ഈ വിഷയക്ക് മാത്രമേ എഴുത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ. അപ്പോ ഐ ലവ് യു, ഈ മൂന്ന് വാക്കില് ഈ മൂന്ന് കാര്യങ്ങളെയും ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകം ഈ പാദശാലം കുർബാന സ്ഥാപിക്കുന്നത്, പൗരത്വം സ്ഥാപിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മൂന്നിയും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സൂപ്പറാണ് ഒരു കാര്യം ഈശോ അന്ന് ചെയ്തിട്ടുണ്ട്. 2025 വർഷത്തിന് മുൻപ് ഇന്ന് 2025 വർഷത്തിന് മുൻപ് ഇന്ന് ലോകത്തിലെ ആദ്യത്തെ കുർബാന ഇതാണ്. ലോകത്തിന്റെ ആദ്യത്തെ കുർബാന ഇതാണ്. ലോകത്തിന്റെ ആദ്യത്തെ കുർബാന സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ആഘോഷിക്കുമ്പോൾ ആദ്യത്തെ കുർബാന യോഹന്നാനക്ക് കൊടുത്തോ പത്രോസ് കൊടുത്തോ? കുർബാന കൊടുത്തോ യേശു? പത്രോസ് കൊടുത്തോ? യോഹന്നാൻ കൊടുത്തോ? അന്ത്രോസ് എനിക്ക് കൊടുത്തോ? പുതിയ ഒരു അപ്പോസ്തലൻ മത്തായിക്ക് കൊടുത്തോ? യോഹന്നാൻ കൊടുത്തോ? ഇന്നലെ കൂടെ ചാഞ്ച് കടന്ന് സ്നേഹിച്ചിരുന്നത് അപ്പോസ്തലൻ தான். ലേഡി പോലെ ഉണ്ടാവും, നല്ല ബ്യൂട്ടിഫുൾ അപ്പോസ്തലൻ യോഹന്നാൻ. അവനാണോ? പത്രോസ് ആണോ? അന്ത്രോസ്? ഞാൻ അന്ത്രോസ് ആണോ? ലാസ്റ്റ് മത്തായി? ആര്? പെട്ടെന്ന് പറ. ആദ്യത്തെ കുർബാന ഇന്നാണ്. ഈ പെസഹ വ്യാഴാഴ്ച സെലിബ്രേറ്റ് ചെയ്യുന്ന കുർബാന തന്നെ ആദ്യത്തെ കുർബാന ഈശോ ആഘോഷിച്ചത്. ആ ആദ്യത്തെ കുർബാനയിൽ ആദ്യത്തെ കുർബാന കൊടുത്ത വ്യക്തി, റിസീവ് ചെയ്ത വ്യക്തി, കിട്ടിയ വ്യക്തി യൂദാസ് ഇസ്കാരിയോത്താണ്. യൂദാസ് ഇസ്കാരിയോത്താണ്. ഒരു നല്ലവനുക്ക് ഈശോ ആ കുർബാന കൊടുത്തിട്ടില്ല, പാവിക്ക് ആ കുർബാന കൊടുത്തു. അപ്പൊ ചില ആൾക്കാർ പറയും, ഞാൻ തിരിച്ചിലിരിക്കുമ്പോ അച്ഛാ പള്ളിക്ക് വന്നവനെ പാദം കഴുകണം, പള്ളിക്ക് വരാതെ കഴുകാൻ പാടില്ല, കുടിയനെ കഴുകാൻ പാടില്ല, അസുഖം പിടിച്ചതിനെ കഴുകാൻ പാടില്ല. എങ്ക നിയന്ത്രണം വയ്ക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ പ്രീസ്റ്റ്. അച്ഛന്മാർക്ക് നിയന്ത്രിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അത് അല്ല പകരം ഈശോ ആദ്യത്തെ കുർബാനയിൽ ആദ്യത്തെ ഒരു വ്യക്തിക്ക് കൊടുത്തത് യൂദാസ് ഇസ്കാരിയോത്താണ്. പാവിയാണ്, തൂങ്ങി മരിച്ചവനാണ്. അവനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവനെ സെലക്ട് ചെയ്ത ശേഷം മത്ത ലോകത്തിലെ ഹിസ്റ്റോറിക്കൽ ദൈവം എന്ന് അറിയപ്പെടുന്നവൻ നിങ്ങളുടെ എന്റെ ക്രിസ്തു രാജാവാണ്. ഹിസ്റ്റോറിക്കൽ ദൈവം, ചരിത്രത്തിന്റെ ദൈവമാണ്. AD-BC ഏതോ ഒരു ദൈവത്തിനും ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ ദൈവം എല്ലാം പുരാണ കഥകൾ. പക്ഷെ ചരിത്രത്തിന്റെ ദൈവം എന്ന് അറിയപ്പെടുവൻ ഒരു വ്യക്തിയെ ഉള്ളു, അത് നല്ലവണ്ണായി ക്രിസ്തു രാജാവേ ഉള്ളു. അവൻ ആഘോഷിച്ച കുർബാനയിൽ, ആദ്യത്തെ കുർബാനയിൽ അവൻ ആദ്യം സ്വീകരിച്ച ഒരു വ്യക്തി അത് പാപിയാണ്. അത് യൂദാസ് ഇസ്കാരിയോത്ത അവനാണ്. എന്ന് നിങ്ങളും ഞാനും അവന്റെ സ്ഥാനത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു യൂദാസ് ഇസ്കാരിയോത്താണ്. അത് രണ്ടുപേർ വെച്ച വലിയ ഇങ്ങനെ ആര്യനാട് വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് യൂദാസാണ്. ഇന്ന് ഇവിടെ ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളും ഞാനും യൂദാസാണ്. ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാദം കഴുകുന്ന ചടങ്ങും, പാദം കഴുകുന്ന അന്ത ശുശ്രൂഷയും, പാദം കഴുകുന്ന ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന വഴിയായിട്ട് ആ ശുശ്രൂഷയായിട്ട് കിട്ടാൻ പോകുന്ന കൃപയ്ക്ക് വരവുള്ള അർത്ഥമുള്ളവനായിട്ട് മാറുകയും ചെയ്യും എന്നില്ല. അപ്പൊ യൂദാസ് ഇസ്കാരിയോത്തെ മനോഭാവം വേണം. കാട്ടിക്കൊടുക്കുന്നത് അല്ല, ഒറ്റിക്കൊടുക്കുന്നതല്ല, പകരം പാവി എന്നുള്ള ഞാൻ ആദ്യത്തെ കുർബാനയിൽ പങ്കെടുക്കാൻ പോവാ എന്നുള്ള മനസ്സ് വേണം. അതുകൊണ്ടുதான் ഈശോ പാവിയെ ആദ്യത്തെ കുർബാനയിൽ സെലക്ട് ചെയ്തത്. അതേപോലെ ഇന്ന് നമ്മൾ എത്ര മാത്രം പാവികളായിരുന്നാലും ഈ പാദശാലത്തില് കുമ്പസാരിച്ച് നാനും വരച്ച ഈ കാട്ടാക്കടയും പൂച്ചിൽ മാത്രം தான் നമ്മൾ പോയിട്ട് എല്ലാരും തടവി വിളിക്കണം. ഈ പാദം കഴുകുന്ന ഇതൊക്കെ നീയോ ആയോ മൊത്തം എല്ലാ സ്ഥലത്തിലും മത്സരിച്ചു ഓടും. ഇവിടെ നിന്ന് ഈ പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ யாரும் വന്നിട്ടില്ലെങ്കിൽ വെറ്റില വെച്ച് പാക്ക് വെച്ച് നുറുക്കാൻ വെച്ച് വിളിക്കേണ്ട, വിളിച്ച് നോക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ രണ്ടു പേർ വെച്ച് ഞാൻ കഴിയിട്ട് പോയിട്ടേ ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഈ പ്രാവശ്യം അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവസാനം പത്ത നമ്പർ കൂടി പോയി.
ഇന്ന് നമ്പർ കൂടി പോയി. പിന്നെ അത് വെട്ടണം ഇത് വെട്ടണം അങ്ങനെ ഒരു അവസരം ഉണ്ടായി ഇന്ന്. പിന്നെ കഴിഞ്ഞ വർഷം കെട്ടിയ കിരുപ ഉള്ള വ്യക്തിയെ ഞാൻ തന്നെ നീ മാറ്റുന്നില്ല, പിന്നെ പുതുസാ വന്ന ആൾക്കാര് കിരുപ നേടിയെടുത്ത് പോട്ടെ, അങ്ങനെ മാറ്റി വെച്ചു. വായ് എന്ന് പറഞ്ഞാൽ വരൂല്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ദേഷ്യത്തോട് കൈ കൊടുക്കാൻ പറഞ്ഞു. വായ് എന്ന് പറഞ്ഞാൽ വരത്തില്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പൊ എല്ലാം വാന്ന് പറഞ്ഞപ്പോ ആരും വന്നിട്ടില്ല. പിന്നെ അവസാനം പത്ത് നമ്പർ കൂടി വരുവോ അങ്ങനെ. അപ്പോ അങ്ങനെ ഒരു മനോഭാവം വേണം. അപ്പൊ ഈ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മള് കാണാം. ഈ ഹൃദയത്തിൽ ഐ ലവ് യു ഈശോ പറയുക ഐ ലവ് യു. പാദശാല വഴി, കുർബാന വഴി, ആദ്യത്തെ കുർബാന വഴി, ആദ്യത്തെ ഈ സ്ഥാപിക്കുന്ന ഈ പ്രവർത്തനം വഴി. നമ്പർ 1 ഹൃദയം. യോഹന്നാൻ 15:4-7 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേധ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കും, എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഈശോയുടെ ഹൃദയം പ്രത്യേകം ഇവൻ എനിക്ക് എതിരിയാണ്, ഇവൻ എനിക്ക് ദ്രോഹിയാണ്, ഇവൻ എനിക്ക് ഇഷ്ടപ്പെട്ടവൻ, ഇവൻ എനിക്ക് ഇഷ്ടപ്പെടാത്തവൻ എന്ന് തരം തിരിച്ചിട്ടില്ല, വേര് തിരിച്ചിട്ടില്ല. അങ്ങനെ ഒരു അടയാളത്തെ കാണിക്കാൻ വേണ്ടിതാ ആദ്യം പാവിയെ ആദ്യത്തെ കുർബാനയിൽ സെലക്ട് ചെയ്ത് ആദ്യത്തെ വ്യക്തി യൂദാസ്. അവന് പാവിയെ സെലക്ട് ചെയ്തു. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും പാവികളാണ്. എന്റെ ഹൃദയം കഠിനമാണത് അല്ല, പകരം ഒത്തിരി സ്നേഹം നിറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ ഹൃദയം സോഫ്റ്റ് ആയിട്ടാണ്. കൊടുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ പോയല്ലോ, അങ്ങനെ വിഷമമുണ്ടല്ല, വിഷമിക്കണ്ട, തിരിച്ചു തരാം. എന്റെ ഹൃദയത്തല്ല, ഈ ഹൃദയത്തിൽ. എന്റെ ഹൃദയം തരാൻ പറ്റില്ല, ഇത് തരാം, ഇത് തിരിച്ചു തരാം. അപ്പൊ അങ്ങനെ സ്നേഹവും കരുതലും കാരുണ്യം നിറഞ്ഞ ഒരു ഹൃദയമാണ്. അതുകൊണ്ട് ദൈവം ഈ 3 കാര്യങ്ങളെയും സ്ഥാപിച്ചത്. അപ്പൊ ആദ്യം ഹൃദയം. രണ്ടാമത്തെ, എനിക്കൊരു ഹൃദയമുണ്ട്. എനിക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം എങ്ങനെയാണ്? യോഹന്നാൻ 15:9-10 പിതാവ് സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇതാണ് ഈശോയുടെ ഹൃദയം. എനിക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം നിയമങ്ങളെയും ദൈവത്തിന്റെ നിയമങ്ങളെയും റൂൾസ് ആൻഡ് റെഗുലേഷനും സ്വീകരിച്ച ശേഷം അത് പാലിച്ചതിന് ശേഷം അത് പങ്കുവയ്ക്കുന്ന മനോഭാവവും പക്വതയും ഉള്ള നേരായ ഹൃദയമാണ് എന്റെ ഹൃദയം എന്ന് ഈശോ പറയുക. അതുകൊണ്ട് ഇങ്ങനെ ഈ വാക്ക് പറയാൻ പറ്റുള്ള ഒരു യോഗ്യത ഉണ്ട് ഈശോയ്ക്ക്. ഇങ്ങനെ ഒരു വാക്ക് പറയാൻ നിങ്ങൾക്കും എനക്കും യോഗ്യത ഉണ്ട്. ഐ ലവ് യു മൈ ഡിയർ ഭാര്യ, ഐ ലവ് യു മൈ ഡിയർ ഭർത്താവ്, ഐ ലവ് യു മൈ ഡിയർ സൺ, ഐ ലവ് യു മൈ ഡിയർ ഡോട്ടർ. എന്റെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ മകനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വാക്കിന് യോഗ്യത ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഞാൻ ചിന്തിക്കണം. ഈ പാദശാലനും ഈ പെസഹ വ്യാഴ്ച ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് നല്ല ആഡംബരമായിട്ട് ആഘോഷമായിട്ട് നമ്മൾ ആഘോഷിക്കാം. പക്ഷേ അതിന് ബാക്കില് ഇങ്ങനെ ഒരു അടയാളമുണ്ട്. ആ അടയാളം കൃപ ഉള്ളതാണ്. അപ്പോ സ്നേഹിക്കാൻ മനസ്സുണ്ട്. അതാ എനിക്ക് ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം ദൈവത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്ന ഒരു ഹൃദയമാണ്. അതനുസരിച്ച് അത് മറ്റവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഹൃദയമാണ്. പങ്കുവച്ചതിന് ശേഷം മാതൃകയായിട്ട് നിങ്ങളും ഇരിക്കണം, ഞാനും നിങ്ങളോട് ഒപ്പം തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തുന്ന ഹൃദയമാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഈശോയെ പോലെ എന്റെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? ഉടക്ക് വന്നാൽ അവധി,
ഉടക്ക് വന്നാൽ അവധി ഉണ്ടാവും യാർക്ക്? ഇന്നിപ്പെല്ലാം പുതിയ ചിന്ത തന്നെ. വീട്ടില് ഉടക്കിയാൽ അവധി ഉണ്ട്, ലീവ്. ഭർത്താവ് ലീവ്, யாருக்கு ലീവ്? അമ്മാവുക്ക് ലീവ്, പപ്പയ്ക്ക് ലീവ്. ഉടക്കിയാൽ ലീവ് ഉണ്ടാവും. ദോശ തിന്നാൻ പറ്റില്ല, ഇഡ്ഡലി തിന്നാൻ പറ്റില്ല, ചോറ് കിട്ടില്ല, ചായ കിട്ടില്ല, പിന്നെ തുണി അലക്കി തരൂല്ല, ഭർത്താവുക്ക് തുണി അലക്കി തരൂല്ല. ഒരാഴ്ച അഴുക്കം ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നോക്കും, അപ്പൊ അവിടെ മനസ്സിങ്ങനെ ഇളക്കും, അയ്യോ നമ്മ ഭർത്താവ് അഴുക്ക് ഇട്ട് പോണ്ടല്ലോ, അങ്ങനെ നോക്കും. ചായ ഒരു മാസം, ചില കുടുംബങ്ങളും 1 മാസം 2 മാസം എടുക്കും ഈ ഹൃദയ അലിയ. അവിടെ 2 മാസം എടുത്തിട്ട് മക്കള് അവിടെ അത് കൂടെ പോയി പപ്പായിട്ട് ചോദിക്ക്, തുണി അലക്കൊന്നും വേണ്ടാണ്. ഇതുവരെ നീ തന്നെ അലക്കി കൊടുത്ത, നീനെ പോയി ചോദിക്കാതെ എന്ത്? ആൾറെഡി 1 മാസം ചോദിക്കാതെ നീ. അപ്പൊ മക്കള് പോയിട്ട അവൻ വെട്ടി പീസ് ആക്കും. അപ്പം മൗന. അപ്പൊ ഇത് ബ്രോക്കർ, ഈ പിള്ളേര് പാവം ബ്രോക്കർ, സാന്തത്തെയും സമാധാനத்தைയും കൊണ്ടുവരുന്ന ബ്രോക്കറാണ് പിള്ളേര്. പാവം അത് ഇവിടെ നോക്കും, അടുക്കള എന്നിട്ട് അങ്ങനെ മമ്മി പറയും, അയ്യോ ഇതുവരെ നാക്ക് കാണിക്കാതെ മമ്മി എന്റെ മമ്മിയെ കാണിച്ചല്ലോ. എന്റെ മമ്മിക്ക് ഇതുവരെ 2 നാക്ക് ഉണ്ടായിരുന്നത്, നിങ്ങൾക്കുണ്ടെങ്കിൽ 8 നാക്കും ഉണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് എന്റെ മമ്മി ഇത്ര അലപ്പ് കൂടിയത്. ഇപ്പൊ മനസ്സിലായി, നാക്ക് കടിക്കുമ്പോൾ 8 നാക്കും ഉണ്ട്. അപ്പൊ എന്റെ പപ്പ 2 കടി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ മനസ്സിലായി എന്റെ മമ്മിക്ക് 8 നാക്കും ഉണ്ടെന്ന്. 8 നാക്കുണ്ട്. അവൻ ശരിക്കല്ല, 8 നാക്കുണ്ടാ ഇല്ല, 4 ഉണ്ടെന്ന് പറയുക. 4 ഇങ്ങനെ മരച്ചുകൊണ്ട് കാണിക്കുക, 4 നാക്കുണ്ടെന്ന്. അങ്ങനെ അവധി. വേറെ ഒരു അവധി ഉണ്ട്, ഹൃദയത്തിക്ക് അവധി ഉണ്ട്. ഹൃദയം, നീ ഹൃദയത്തില് നിന്റെ ഭർത്താവ്, ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു തോന്നുന്നത് ഈ സന്ദേശം, ഭാര്യ ഭർത്താവ് ഉടക്ക് പ്രശ്നം, സുഹൃത്ത്, ചേട്ടൻ, അനുജൻ, ചേച്ചി എല്ലാവരും ഉടക്കുക. നീങ്ക ചിന്തിക്കുന്നു ഉടക്കിയാൽ എല്ലാം ശരിയാകും, മിണ്ടാതിരുന്നാൽ ശരിയാകും, സംസാരിക്കാതിരുന്നാൽ ശരിയാകും, കാണാതിരുന്നാൽ ശരിയാകും എന്ന്. അതല്ല, വേറെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഉടക്കിയ ശേഷം ഒരാഴ്ചയോ, ഒരു ദിവസമോ, ഒരാഴ്ചയോ, 2 ആഴ്ചയോ, 3 ആഴ്ചയോ, 1 മാസമോ, 6 മാസമോ, 1 വർഷമോ കാണാതിരിക്കാം, സംസാരിക്കാതിരിക്കാം, വർത്താനം പറയാതിരിക്കാം. പക്ഷേ ആ വ്യക്തിയെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. പറ്റോ? ഒരിക്കലും പറ്റത്തില്ല. നന്നായിട്ട് ചിന്തിക്കും. നീ അങ്ങനെ പോയി ചിന്തിച്ചാലും ഉത്തരം ഇതാണ്. അത് ഫ്രണ്ട് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, അനുജൻ, അനുജത്തി, യാറായിക്കോട്ടെ, ഈ ലോകത്തിലുള്ള ജീവനുള്ള ഏത് വ്യക്തി ആയിക്കോട്ടെ, മിണ്ടാതിരിക്കാൻ പറ്റും, കാണാതിരിക്കാൻ പറ്റും, സംസാരിക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ആ വ്യക്തിയെ ഹൃദയപൂർവ്വം ഓർക്കാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. இதுதான் யதார்த்தமான. അതേ സിറ്റുവേഷൻ യേശപ്പനുക്ക്, ഈശോയ്ക്ക്, നീ എന്റെ അടുത്ത് ഉടക്കുന്നുണ്ട്, നിനക്ക് ജോലി കൊടുക്കാത്തത് കൊണ്ട് ഈ ദൈവമാ നീ, ഞാൻ ഒരുപാട് പാദപൂജയിൽ പങ്കെടുത്ത് എനിക്ക് നീ ജോലി തന്നിട്ടില്ലല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തു 2 വാക്കും പറഞ്ഞു, തന്നിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നിന്റെ അടുത്ത് ഉടക്ക്. ഇന്നലെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും തന്നിട്ടില്ല, എനിക്ക് ദേഷ്യം വന്നു. ഈശോയുടെ ദേഷ്യം വന്നു. ജോലി കിട്ടിയ ജോലി വേണ്ടാന്ന് പറഞ്ഞു. അത് വിട്ടത് അതിലേർന്ന് ജോലി കിട്ടുന്നേ ഇല്ല. കിട്ടിയത് ഈശോ, ഉടക്കുന്നത് ഈശോ എടുത്തു. അങ്ങനെ. പക്ഷേ എത്ര മാത്രം ഉടക്കിയാലും നിന്നെ കുറിച്ചുള്ള പദ്ധതി, പ്രവൃത്തികൾ എല്ലാവற்றைയും ഓർത്തുകൊണ്ടിരിക്കുന്ന പിതാവ് നല്ലവണ്ണായി ക്രിസ്തുരാജ. അതുകൊണ്ട് എപ്പോഴും പറയുന്ന വാക്കുകൾ 3 വാക്കുകൾ, ഐ ലവ് യു മകനെ, ഐ ലവ് യു മകളെ എന്ന് പറയുക. അപ്പൊ ഹൃദയത്തിക്ക് അവധി ഉണ്ട്, ഓർമ്മയ്ക്ക് അവധിയില്ല. ഹൃദയത്തിക്ക് അവധിയുണ്ട്, அந்த ഓർമ്മയ്ക്ക് അവധിയില്ല. നീ ഓർക്കും, അതുക്ക് അവധി ഉണ്ടാവത്തില്ല. കാണാതിരിക്കാൻ അവധിയുണ്ട്, സംസാരിക്കാതിരിക്കാൻ അതുക്ക് അവധിയുണ്ട്, ഭക്ഷണം കൊടുക്കാതിരിക്കാൻ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ അവധിയുണ്ട്. എത്ര പ്രാവശ്യം നീ കഴിക്കാതിരിക്കും, എത്ര ദിവസം നീ ഉണ്ണാതിരിക്കും, എല്ലാത്തിനും അവധിയുണ്ട്. ഓർമ്മയ്ക്ക് അവധിയില്ല. അതേപോലെ ദൈവത്തിന്റെ ഓർമ്മയ്ക്ക് ഒരിക്കലും അവധിയില്ല, ദൈവത്തിന്റെ സ്നേഹത്തിക്ക് ഒരിക്കലും അവധിയില്ല.
അത് കാപ്പിയടിക്കണം. അത് റിയൽ പെസക, റിയൽ ഫസ്റ്റ് കുർബാന, റിയൽ യൂദാസ്. നമ്മളെല്ലാം ഇന്ന് യൂദാസ് ആണ്. റിയൽ യൂദാസ് മാറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൃപ കിട്ടും. അത് മൂന്നാമത്തെ കാര്യം, എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. അതാ നിനക്കായി തുടിക്കുന്നു. അതാ പറഞ്ഞു, നിനക്കായി തുടിക്കുന്നു. യോഹന്നാൻ 16:21-22 സൂപ്പറാണ് വചനം. എന്റെ ഹൃദയം, യേശു പറയുവാ, ഐ ലവ് യു മക്കളെ, എന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ, ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുடைய സമയം വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നിട്ട് ഒരിക്കലും അവൾ ഓർക്കാറില്ല. അത് നിങ്ങൾക്കൊന്നും അറിയാം. ഈ ജെൻസിക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾക്ക് അറിയാം. ഇത് വചനത്തെ വായിച്ചത് കൊണ്ട് എനിക്കറിയാം, ഇല്ല എനിക്കറിഞ്ഞൂടാ. ഈ എല്ലാവർക്കും ശരിയല്ല, യഥാർത്ഥം പറയുക. ഈ ലേഡീസ് എല്ലാവർക്കും അറിയാം, ജെൻസിക്ക് അറിഞ്ഞുകൂടാ. ജെൻസിക്ക് നീ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഇങ്ങനെ വിഷമിക്കും, പക്ഷേ ആ റിയൽ വേദന ആർക്കറിഞ്ഞുകൂടാ. അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഒരു അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അപ്പം നിമിത്തം ആ വേദന ഒരിക്കലും അവൾ ഓർക്കാറില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല. അപ്പോ ഇങ്ങനെ ഒരു ഹൃദയമുണ്ട്, എനിക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം നിങ്ങൾക്കായി തുടിക്കുന്നു. ഇത് എപ്പോ തുടിക്കാൻ വരിക? ഉടക്കിട്ട് പോവും. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച ഉടക്കിട്ട് പോയിട്ട് ഇപ്പൊ നീ ഹൈദരാബാദിல ഉണ്ട്, എല്ലാം ലക്നോവിல ഉണ്ട്, അവിടെ இருந்துட்டு எல்லாம் பாலக்காட்டுல ഉണ്ട്, எல்லாம் எர்ணாகுளத்துல ഉണ്ട്, இருந்துட்டு ஒரு സുപ്രഭാതത്തില് ചിന്തകൾ, ഡിസയേഴ്സ്, ഫീലിങ്സ്, ടെലിപതി, ക്ലാർവയൻസ്. 5ാമത്തെ ഉള്ളത് ഈശോയ്ക്ക് സ്വന്തം, മറ്റെല്ലാം മനുഷ്യനായി നമുക്ക് സ്വന്തം. ഈ ടെലിപതി വഴിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുമ്പോ ഇങ്ങനെ മുകളിലേക്ക് കയറും. അപ്പോ അയ്യോ മമ്മിയാ പപ്പയാ ആരും എന്നെ ചിന്തിക്കുന്നു. ഞാൻ ഉടക്കിട്ട് സംസാരിക്കാതെ ഇരുന്നത് കൊണ്ട് മമ്മി എന്നെ ഓർക്കുന്നു, പപ്പ എന്നെ ഓർക്കണം. ഇവിടെ വയ്യ, അപ്പനക്ക് വയ്യ, മമ്മിക്ക് വയ്യ. അപ്പൊ ഒരു വിളി പോകുമ്പോ തെറിക്കും. ഈ ഹൃദയം കല്ലാ ഇരുന്നത്, മറകട്ടയാ ഇരുന്നത്, ഈ ഡോറാ ഇരുന്നത്, കരിങ്കല്ലാ ഇരുന്നത്, മെട്ടലാ ഇരുന്നത്, അലിയും. അയ്യോ അയ്യോ അയ്യോ. അതേപോലെ അതിനെ കാട്ടിലും ഈശോയുടെ ഹൃദയം, എനിക്കൊരു ഹൃദയമുണ്ട്, അത് നിങ്ങൾക്കായി തുടിക്കുന്നു, എന്റെ മക്കൾക്ക് വേണ്ടി. അത് തുടിച്ചത് കൊണ്ടുതാ ആ പാവിയെ തിരഞ്ഞെടുത്ത് ആദ്യത്തെ കുർബാനയിൽ ഈ ഈശോ യുദാസന. അപ്പോ ഇതേപോലെ നിനക്കായി തുടിക്കുന്നു, നിങ്ങൾക്കായി തുടിക്കുന്നു. അപ്പോ എന്റെ പപ്പ, ഞാൻ നിന്റെ അടുത്ത് ഉടക്കിട്ടുണ്ട്, ഉണ്ടെങ്കിലും നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ എന്റെ ഹൃദയം നിനക്കായിട്ട് തുടിക്കുന്നു. ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഈ പെസഹ വ്യാഴ്ച പങ്കെടുക്കുന്ന ഈ ദീപവിളിക്ക് ഒരു അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ വിലയേ ഇല്ല. മണ്ണുക്ക് കിട്ടുന്ന വില കൂടെ, ഈ മണ്ണുണ്ടല്ലോ അത് കൂടെ ഒരു വില ഉണ്ട്. ഇപ്പൊ 1 സെന്റ് 25 ലക്ഷം, അത് 25 ലക്ഷം വില ഉണ്ട്. അത് കൂടെ എനിക്ക് വില കിട്ടത്തില്ല. അപ്പൊ ചിന്തിക്കണം, തുടിക്കുന്നു. അത് 4ാമത്തെ, എന്റെ ഹൃദയം എന്നെ നയിക്കുന്നു. ഈശോ പറയുക, എന്റെ ഹൃദയം എന്നെ നയിക്കുന്നു. യോഹന്നാൻ 16:23-24 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. എന്റെ ഹൃദയം എന്നെ നയിക്കുന്നു. അപ്പാ പിതാവേ, ഈ പാനപാത്രം എനിക്ക് കഷ്ടമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ
അപ്പാപിതാവുടെ അഭിഷേകം, അപ്പാപിതാവുടെ അഗ്നി, അപ്പാപിതാവുടെ അനുഗ്രഹം ഈശോയെ നയിക്കുന്നു. ഈശോയുടെ ഹൃദയത്തെ നയിക്കുന്നു. അങ്ങനെ ഈശോയുടെ ഹൃദയം നയിക്കപ്പെട്ടത് കൊണ്ടുதான் ഈശോ കൊണ്ട് പറയാൻ പറ്റി ഐ ലവ് യു മക്കളെ എന്ന് പറയാൻ പറ്റി. അപ്പോ ഈശോക്ക് ഈ കൃപ നൽകിയത് ദൈവമായ കർത്താവ്, അപ്പാപിതാവ്. അപ്പോ നിന്റെ ഹൃദയം പ്രത്യേകം നിന്നെ നയിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് നിന്റെ പപ്പയും നിന്റെ മമ്മിയും. ആ രണ്ടുപേർ വഴിதான் നിനക്ക് ഒരു ഹൃദയം, ഒരു പുതിയ ഹൃദയം ഉണ്ടായി. ഈ പപ്പ മമ്മി നിന്റെ ഹൃദയം, പപ്പയുടെ ഹൃദയം, മമ്മിയുടെ ഹൃദയം, മറ്റെല്ലാവരുടെയും ഹൃദയക്കും വേറെ ഒരു വ്യക്തി ഉണ്ട്, സ്വന്തമായ വ്യക്തി. അത് ഈശോ. അത് ഈശോയ്ക്ക് വേറെ ഒരു വ്യക്തി ഉണ്ട്, അപ്പാപിതാവ്. അപ്പൊ അപ്പാപിതാവ് ഈശോയെ നയിക്കുന്നു, ഈശോ നിങ്ങളെ നയിക്കുന്നു, പപ്പ മമ്മിയും പിള്ളേരെ നയിക്കുന്നു, പിള്ളേര് മറ്റേ വഴി വന്ന മക്കളെ നയിക്കാൻ പോവുക. അപ്പോ ആദ്യത്തെ അപ്പാപിതാവിക്ക് ഉള്ളത് ഇത്. അതുവഴിയാ കിട്ടത് ഈശോയ്ക്ക് കിട്ടിയത് രണ്ടാമത്തെ ഹൃദയം. മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഒന്നാമത്തെ രണ്ടാമത്തെ ഹൃദയം ഒന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പാപിതാവിക്ക് കിട്ടിയത് ഇത്, അതുവഴിയായിട്ട് മകനുക്ക് കിട്ടിയത് ഇത്, ഇതുവഴിയായിട്ട് പപ്പ മമ്മിക്ക് കിട്ടിയത് ഇത്, മൂന്നാമത്തെ അതുവഴിയായിട്ട് നിങ്ങൾ മക്കൾക്ക് നൽകിയത് ഇത്. അപ്പൊ ഹൃദയം ഒന്നേ ഉള്ളു. പകരണം. ഇപ്പൊ ഈ ക്രിസ്തീയ ധർമ്മങ്ങൾ മൂന്നുണ്ട്, കൂട്ടായ്മ, പ്രേരിതവും പങ്കാളിത്തവും. ഇത് മൂന്നും ഈ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ റിയലായിട്ട് നല്ല കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അഞ്ചാമത്തെ കാര്യം, എന്റെ ഹൃദയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. എന്റെ ഹൃദയം, ഈശോ പറയുക ഐ ലവ് യു മക്കളെ, എന്റെ ഹൃദയം എപ്പോഴും നിങ്ങളെ കുറിച്ചേ ചിന്തിക്കുള്ളൂ. അപ്പൊ യോഹന്നാൻ 17:21, അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്കിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:22, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്റെ ഹൃദയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ഇത് ഒരു വല്ലാത്ത കൃപയാണ്. നിങ്ങള് അപകടം എന്നെ കൂടെ ഇവിടെ அந்த காரு இந்த மதில் இடிச்சு எல்லாம் പൊട്ടി താഴെ. എല്ലാം ക്രിസ്തുരാജാവിന്റെ മഹത്വം. എപ്പോഴും കുഞ്ഞു കുട്ടികളെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഭാഗ്യം കളിച്ചിട്ടില്ല. എങ്ക അനാൾഡോ എല്ലാം யாரும் കളിച്ചിട്ടില്ല. இன்னும் ஒரு മനോജ് മാമ അവന് വന്നിട്ടേ ഇല്ല ഭാഗ്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോളിലേந்து ഒരു കള്ള് കാറിൽ വന്ന് അയ്യോ ഉണ്ടായി കാറ് പോയി നമുക്ക് ലക്ഷങ്ങൾ നഷ്ടമാവും. പെട്ടെന്ന് സൗണ്ട് കേട്ടു. ഞാൻ അങ്ങനെ ചാടി കഴിഞ്ഞാൽ കല്ല് വന്നിട്ടില്ല. ഈ കാറ് ഇത് ഇടിച്ച് ഈ മതിൽ സുവര് താഴെ കുഴിയിലോടി. ഇപ്പൊ തന്നെ കട്ടി. അപ്പോ എന്റെ ഹൃദയം നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. அந்த അപകടത്തിലിരുന്ന് രക്ഷപ്പെട്ട എല്ലാരും ഈശോ നിന്നെ കുറിച്ചുള്ള ചിന്താഗതി ഉണ്ട്, നിന്റെ മക്കളെ കുറിച്ച് ചിന്താഗതി ഉണ്ട്, നിന്നെ രക്ഷിക്കുമെന്നുള്ള ചിന്താഗതി ഈശോയ്ക്കുണ്ട്. അപകടത്തിൽ നിന്നെ നിന്റെ അപകടങ്ങൾക്ക് വിമോചനം നൽകും എന്നുള്ള ചിന്താഗതി ഈശോയ്ക്കുണ്ട്. പിന്നെ എനിക്ക് അസുഖം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ കുരിശടി വന്ന് മെഴുകുതി കത്തിച്ച് ഇങ്ങനെ ചെയ്താൽ ഈശോയുടെ ചിന്ത എന്നെ കുറിച്ചുള്ള ഈശോയുടെ ചിന്ത എനിക്ക് അത്ഭുതം പ്രവർത്തിക്കും, എനിക്ക് ആരോഗ്യം നൽകും എന്നുള്ള ഉറപ്പ് നീ നൽകുമ്പോൾ, എന്തുകൊണ്ട് ഈശോ നിന്നെ കുറിച്ചുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടുതാ നീ വിശ്വാസ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോ നിനക്ക് അറിയാതെ തന്നെ നീ തിരിച്ചു കൊടുക്കും. ഈശോ പകുതി നീ പാതി നാ പാതി കണ്ണേ, പകുതി അല്ല, മുഴുവനായിട്ട് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോ. അത് വെരി ഷുവർ. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഇതുപോലെ കൃപയെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അത് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വന്നു. ഇപ്പൊ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അവിടെ നെഗറ്റീവ്, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോകുമ്പോൾ പോസിറ്റീവ്. അത് എങ്ങനെ? അത് ഈശോയുടെ ചിന്താഗതി.
നല്ലവനായ ക്രിസ്തുരാജയുടെ ചിന്താഗതി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മകൾ, എന്റെ മകൻ, എന്റെ മകൾ, എന്റെ മകൻ. ആ ചിന്ത ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈശോയ്ക്ക്. നിങ്ങളെ സാധാരണ മനുഷ്യൻ, ഞാനും സാധാരണ മനുഷ്യൻ. കുറച്ച് സമയം ചിന്തിക്കും, വിട്ടുപോകും, പിന്നെ ഓർമ്മ വരും. നമ്മൾ തമ്മിൽ പങ്കുവെച്ച ഗ്രീറ്റിംഗ്സ്, തമ്മിൽ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം ചാറ്റ്, തമ്മിൽ പങ്കുവെച്ച വാട്സപ്പ് ചാറ്റ്, തമ്മിൽ പങ്കുവെച്ച ഫോട്ടോസ്, പകർന്നു കൊടുത്ത ഫോട്ടോസ്, ഇത് കാണുകയും മറക്കുകയും കാണുകയും മറക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. പെട്ടെന്ന് അങ്ങനെ പോകുമ്പോ ഒരു ക്ലിക്ക് വരും, ടെലപ്പതി. പണ്ടത്തെ നമുക്ക് 1992 ഒരു ഫ്രണ്ട് ഉണ്ടായല്ലോ, അതേപോലെ ഇവിടെ ഒരു ഫ്രണ്ട് കണ്ടത് കൊണ്ട് ആ ഓർമ്മ അങ്ങോട്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഓർമ്മകളാണ്. കുറവുള്ള വ്യക്തികളാണ് നിങ്ങളും ഞാനും, കുറവുള്ള വ്യക്തികളാണ്. യൂദാസെ പോലെ, അതേപോലെ കുറവുള്ളത് കൊണ്ട് അന്ന് യൂദാസെ പോയി ആദ്യ കുർബാനയിൽ, ഇന്ന് അതേ ആദ്യ കുർബാനയിൽ യൂദാസെ പോലെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ നിങ്ങളും ഞാൻ ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക, നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അപ്പോ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഈ ചിന്ത ഒരിക്കലും മാറ്റില്ല. നമ്മ ചിന്താഗതി മാറും. പൈസ കൊടുത്താൽ മാറും, കാർ കൊടുത്താൽ മാറും, ലാപ്ടോപ്പ് കൊടുത്താൽ മാറും, പിന്നെ പൈസ കൊടുത്താൽ മാറും, സ്വർണം കൊടുത്താൽ മാറും. മൂക്കുത്തി ഇവിടെ ഇറങ്ങാറില്ല. മൂക്കുത്തി കൊടുത്താൽ മാറും, തോട് കൊടുത്താൽ മാറും, വടംവലി, താലിമല വടംവലി കൊടുത്താൽ മാറും, വടംവലി കയ്യിൽ കൊടുത്താൽ മാറും. പക്ഷെ ഈശോയുടെ ചിന്താഗതി ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല. അടുത്തത് സൂപ്പറാകും. ഞാൻ ശരീരമാണ്. ഇത് സൂപ്പർ. പിന്നെ അവൻ അപ്പമെടുത്ത് കിറിഞ്ഞ സ്വസ്ത്രം ചെയ്തു. ലൂക്ക 22:19. എന്റെ വാക്കല്ല കേട്ടോ, എല്ലാം ദൈവത്തിന്റെ വാക്ക്. പിന്നെ അവൻ അപ്പമെടുത്ത് കിറിഞ്ഞ സ്വസ്ത്രം ചെയ്ത് മുറിച്ച് അവരിലേക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. ആദ്യത്തെ കുർബാന. യൂദാസ് മക്കളെ, യൂദാസ് വഴി വന്ന മക്കളെ, എന്റെ ശരീരമാണ്. ധൈര്യമായിട്ട് മേടിക്കും, സ്വീകരിക്കുക, രക്ഷ പ്രാപിക്കണം. എന്താ അവന് കാണുന്നു തൂങ്ങി മരിച്ച് ഇന്ന് വൈകിട്ട് നമ്മൾക്ക് അത് സംഭവിക്കോ? എന്ത് സംഭവിക്കും പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. സ്വീകരിച്ച അപ്പത്തെ ഈശ്വരയുടെ ഓർമ്മയ്ക്കായി യൂദാസ് ചെയ്തിട്ടില്ല. പക്ഷെ മറ്റ വ്യക്തികൾ 11 പേരും സ്വീകരിച്ച അപ്പത്തെ ഈശോയുടെ ഓർമ്മയ്ക്കായി ചെയ്തത് കൊണ്ട് ഇന്നും അതേപോലെ ഒരു ആദ്യ കുർബാന ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നടത്തുന്നു. അത് വഴിവന്ന് പുരോഹിതന്മാർ, അച്ഛന്മാർ, പുരുഷന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ പോയി ആ അടയാളമായി തന്റെ ആദ്യ കുർബാന അവിടെ കൊണ്ടുപോകുന്ന സമയം പിശാച് അകത്ത് കയറി പൈസ കണ്ടിട്ട് മോഹിച്ച് ഇഷ്ടപ്പെട്ട് അവൻ ചെതറിക്കിടക്കുന്ന. കഴിഞ്ഞ ഞായറാഴ്ചയെങ്കിൽ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവി കണ്ടു കാണും. ചതറി കണ്ണ ഇങ്ങനെ കള്ളം പോലെ ഇങ്ങനെ പൊറുക്കി എടുത്തുകൊണ്ടിരിക്കും. അവന്റെ കണ്ണ് കണ്ടാല് സൂപ്പർ ആയിരിക്കും. സന്തോഷിക്കുന്ന എല്ലാത്തിനെ പോലല്ലോ അവന്റെ കണ്ണ് നല്ല ഒരു അഭിനയം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊരിക്കൊണ്ടിരിക്കും. ആദ്യത്തെ അപ്പം, ആദ്യത്തെ കുർബാന അവൻ ഓർമ്മയ്ക്കായി ചെയ്യേണ്ട, അവൻ ഓർമ്മയ്ക്കായി ചെയ്തിട്ടില്ല, തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചു. അവനക്ക് കൂട്ടിനുള്ളത് സൈത്താൻ. 7 പിശാച് പറഞ്ഞിട്ടുണ്ട്. ലൂസിഫർ, മറ്റു പിശാച്, ഒരു പിശാച് മാത്രം പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്റെ പേര് ഓർത്താ ഒരു പിശാചിനെങ്കിലും പെട്ടെന്ന് വരും. എന്റെ പേരിൽ ഒരു പിശാചുണ്ട്. നാ പിശാചല്ല കേട്ടോ. ലൂസിഫർ, ലേവിയത്താൻ, ബെൽസബൂൽ, ബാഹാൽ ബെഹോർ, ബെല്ലച്ചൻ, ബെൽബെഹോർ, അസ്മദേവുസ്, അങ്ങനെ ഒരു പിശാചുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, അങ്ങനെ അവന്റെ കയറി നമ്മുടെ കയറി എണ്ണിക്കണം. അതാ ശരീരമാണ്. ഈ ശരീരം മേടിച്ച ശരീരം നന്മയ്ക്കാണ് തിന്മയ്ക്കാണ് എന്ന ഒരു ചിന്തഗതി നിങ്ങൾ കേൾക്കണം. അവൻ തിന്മയ്ക്ക് ഉപയോഗിച്ച് നമ്മൾ നന്മയ്ക്ക് ഉപയോഗിക്കണം. മറ്റ 11 പേര് നന്മയ്ക്ക് ഉപയോഗിച്ച് അത് ഇന്നും ഓർമ്മയ്ക്കായി ചെയ്തുകൊണ്ടേയിരിക്കുക. അതാ ശരീരമാണ്, എന്റെ ശരീരമാണ്. ലാസ്റ്റ്, നീ എന്റെ ജീവനാണ്. ഈ ആദ്യത്തെ കുർബാന ഒരു ജീവനാണ്. ആദ്യത്തെ കുർബാന നീ എന്റെ ജീവനാണ്, നീ എന്റെ ജീവൻ. യോഹന്നാൻ 1:1, യോഹന്നാൻ 1:1, യോഹന്നാൻ 1:1, യോഹന്നാൻ 3:4-5, യോഹന്നാൻ 14:6. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു.
യോഹന്നാൻ 1:3-4-5. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. എല്ലാം ശരിയാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് ഒരിക്കലും കഴിഞ്ഞില്ല. യൂദാസ് കൊണ്ട് ഒരിക്കലും പറ്റിയിട്ടില്ല ആ പ്രകാശത്തെ നശിപ്പിക്കാൻ ഒരുപാട് ട്രൈ ചെയ്ത് ആദ്യത്തെ കുർബാനയിൽ പങ്കെടുത്ത് ആദ്യത്തെ കുർബാന സ്വീകരിച്ചു. ഇവനക്ക് ഫസ്റ്റ് കിട്ടി. ആദ്യത്തെ കുർബാന പങ്കെടുത്തിട്ട് ആദ്യത്തെ കുർബാന സ്വീകരിച്ച് ഫസ്റ്റ് പ്രൈസ് നേടിയെടുത്ത് ഈ പ്രകാശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുക. ഓടി കുഴിയിൽ വീഴുന്നു, മരണത്തിൽ വീഴുന്നു, മരിച്ചുപോയി. ഈ അവസരം നമുക്ക് വരാൻ പാടില്ല. കഴിഞ്ഞില്ല. യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരണില്ല. നീ എന്റെ ജീവനാണ്. സൂപ്പറാണ് കുർബാന. നീ എന്റെ ജീവനാണ്. എന്ന് ഓരോരുത്തരെയും കണ്ടുപറയുക, ഈശോ നീ എന്റെ ജീവനാണ്. ഐ ലവ് യു മൈ ഡിയർ മാൻ, ഐ ലവ് യു മൈ ഡിയർ വുമൻ, ഐ ലവ് യു മൈ ഡിയർ മകൻ, ഐ ലവ് യു മൈ ഡിയർ സൺ, ഡോട്ടർ. എന്റെ പൊണ്ണുമകളെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ പൊണ്ണുമകനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്റെ പൊണ്ണുമക്കളെ ഞാൻ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഈ ഈശോ ഈ ആദ്യ കുർബാനയിൽ എല്ലാവരും വിളിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആദ്യ കുർബാനയിൽ പങ്കെടുത്ത യൂദാസ് പോലെയാണോ? ആദ്യ കുർബാനയിൽ പങ്കെടുത്ത മറ്റ് 11 ശിഷ്യന്മാർ പോലെയാണോ? ആദ്യ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരോടൊപ്പം ഈ വായി നോക്കാൻ വന്ന മറ്റു വ്യക്തികളാണോ? ആദ്യ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെയും യൂദാസെയും കൺകാണിച്ചു കൊണ്ടിരിക്കുന്ന இந்த சூப்பர்வைசர் மலையாளத்துல கண்காணிச்சு கொண்டிருக்கிற അതില്ല വാക്കില്ല, മേൽനോട്ടം ചെയ്തു കൊണ്ടിരിക്കുന്ന മാലഹയാണ്. മാലഹയെ പറ്റത്തില്ല. ഈ രണ്ടേ ഉള്ളൂ, ഒന്ന് യൂദാസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ മറ്റ ശിഷ്യന്മാരായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യത്തെ കുർബാനയിൽ പങ്കെടുക്കാം. യൂദാസെ പോലെ ഒരു മനോഭാവം, ഞാൻ പാവിയാണ് എന്നുള്ള മനോഭാവം നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആദ്യ കുർബാനയിൽ പങ്കുവെച്ചു കൊടുത്ത അതേ അപ്പം, അതേ കുർബാന ഇന്ന് നിങ്ങൾക്കും എനക്കും പങ്കുവയ്ക്കാൻ പോവുക. ഈശോ മനസ്സലിഞ്ച് ഈശോയെ ഞാൻ പാപിയാണ്, എനിക്ക് നീ വരങ്ങി വരണം. നിന്റെ ഹൃദയം സൂപ്പർ, എപ്പോഴും എന്നെ കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, നിന്നെ അനുഭവിക്കാൻ തയ്യാറാണ്, നിന്നെ സ്വന്തമാക്കാൻ തയ്യാറാണ്, നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തയ്യാറാണ്. ആ ദൂതപുത്രനിലെ അപ്പ പിതാവ് ഇറങ്ങി ഓടി കെട്ടിപ്പിടിച്ച് ചുംബിച്ച്, അതേപോലെ ഇന്ന് ഈശോ ആദ്യ കുർബാന വഴിയായിട്ട് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ വരാൻ പോവുക. അതുകൊണ്ട് എല്ലാവരും കരങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ആദ്യ കുർബാനയിൽ നിങ്ങൾ എല്ലാവരും സ്വീകരിക്കാൻ പോകുന്ന ആദ്യ കുർബാന നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്ന നൽകാൻ പോകുന്ന ഈശോനെ ഓർത്ത്, നിങ്ങൾ കുടുംബത്തെ ഓർത്ത്, കുടുംബത്തിലെ അംഗങ്ങളെ ഓർത്ത്, ഈ ദേവാലയത്തെ കൊച്ചി വെട്ടുകാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു പോകുന്ന എല്ലാ മക്കളെയും ഓർത്ത്, കുർസിഡിയെ കടന്നു പോകുന്ന മക്കളെ ഓർത്ത്, ഈ കടകട പ്രദേശത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുസ്, മുസ്ലിം, CSI, പ്രൊട്ടസ്റ്റന്റ് മത സഭയിലുള്ള എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നെ അനുകരിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുകരിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുകരിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തുകളും കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47:1. God bless you, God bless you, God bless you, many people. God bless you all, God bless you all, God bless you all. Whatever ഈശോയെ
ഈശോയെ, രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈശോയെ, ഈശോയെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാരെ നോക്കിക്കൊണ്ട് ആ പാവങ്ങളെ ഓർത്ത് ഈശോ ക്ഷമിച്ച് എന്നുള്ള മനസ്സോടെ സന്തോഷത്തോടെ ഇപ്പൊ തൊട്ടുള്ള ആൾക്കാരെ കൈപ്പിടിച്ച് ഐ ലവ് യു. God bless you, many people.